ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ കിണറുകൾ ഉണ്ടാവൂലേ? ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കിണറിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുന്നത് അല്ലേ? എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 100 വർഷത്തോളം പഴക്കമുള്ള എൻ്റെ വീട്ടിലെ ഒരു കിണറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം വെള്ളത്തിനൊരു ടേസ്റ്റിലെ വ്യത്യാസം വന്നപ്പോഴാണ് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെയാണ് ഈ കിണർ ക്ലീൻ ആക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പ്രശസ്ത കിണർ പണിക്കാരനായിട്ടുള്ള എൻ്റെ സഹപാഠിയും സുഹൃത്തുമായിട്ടുള്ള ദിൽഷാദും ടീമുമാണ് കിണർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഈ കിണർ എത്ര മനോഹരമായിട്ടാണല്ലേ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ സാങ്കേതിക വിദ്യകളുടെ സഹായങ്ങളൊന്നുമില്ലാതെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പ കുരിക്കൽ മുഹമ്മദ് എന്ന് അറിയപ്പെടുന്നവരും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുമാണ് ഇത്തരത്തിലൊരു കിണർ നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണല്ലേ അതിൻ്റെ പടവുകളൊക്കെ തീർത്തിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് റിങ് വർക്കുകൾ, അതുപോലെ കോൺക്രീറ്റ് വർക്കുകൾ, അലമാരകൾ എല്ലാം നിർമ്മിച്ചുകൊണ്ടാണ് കിണറൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. എന്നാൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കിണറിന് ഇത്ര വർഷമായിട്ടും ഒരു റിങ്ങോ അലമാരയോ ചുറ്റുമതിലോ ഒന്നും തന്നെ നിർമ്മിച്ചിട്ടില്ല. എന്നിട്ടും വളരെ കൗതുകം തോന്നുന്ന രീതിയിലാണ് ഇപ്പോഴും ഈ കിണർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിലെ വെള്ളങ്ങളൊക്കെ മുക്കി മാറ്റുന്നതും അതുപോലെ പമ്പ് ചെയ്ത് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഉറവുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ശുദ്ധമായിട്ടുള്ള ജലം ഈ കിണറിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചുറ്റും വേണ്ട രീതിയിൽ മറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ചെറിയ രീതിയിലൊരു അപകടം സംഭവിച്ചത്. ആദ്യം നമ്മൾ പൂച്ചയോ എന്തോ ചാടി എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ നമുക്ക് അതിൽ നിന്നും ഒരു പെരുച്ചായി അതിൽ വീണതായി നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്ന് കിണറിവിടെ ക്ലീൻ ആക്കേണ്ടി വന്നിട്ടുള്ളതും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉൾഭാഗവും അതിൻ്റെ നിർമ്മാണ രീതിയും എല്ലാം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് രണ്ട് കമ്പി വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കൂലേ? കാരണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ മോട്ടറൊക്കെ ആ കമ്പിയുടെ മുകളിലായിരുന്നു വച്ചിരുന്നത്. അത്രത്തോളം വെള്ളം ആ കിണറിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് ആ കമ്പി വെച്ചത് കൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ ശുദ്ധ ജലം തന്നെയാണ് നമുക്ക് ഇത്രയും വർഷം ഈ കിണറിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുടുംബങ്ങൾ വർഷങ്ങളോളമായിട്ട് ഈ കിണറിൽ നിന്നും വെള്ളം കുടിക്കുകയും അവരുടെ കൃഷി ആവശ്യങ്ങൾക്കും എല്ലാം ഉപയോഗിച്ചിരുന്നു. എന്നിട്ടും വളരെ ശുദ്ധജലം ഇപ്പോഴും നാനാ ഭാഗത്തുനിന്നും ഉറവുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ദിൽഷാദും അവരുടെ സഹപ്രവർത്തകരുമാണ് ഈ കിണർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻപും ക്ലീൻ ചെയ്യുന്നതും അവർ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ എത്ര വർഷത്തെ പഴക്കമുള്ള കിണറുകളായിക്കോട്ടെ, പുതിയ കിണർ കുഴിക്കുന്നവർക്കായിക്കോട്ടെ, റിംഗ് വർക്കുകളായിക്കോട്ടെ, എന്തുമാകട്ടെ, നിങ്ങൾക്ക് കിണറുമായി സംബന്ധിച്ച് ഏത് തരത്തിലുള്ള വർക്കുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വളരെ നല്ല രീതിയിൽ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നിങ്ങളുടെ വർക്കുകളൊക്കെ അവർ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുവാനുള്ള നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് അവരെ കോണ്ടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഏത് തരത്തിലുള്ള എത്ര വലിയ കിണർ വർക്കുകളും അവർ നിങ്ങൾക്ക് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നിർമ്മിച്ച് പൂർത്തിയാക്കി തരുന്നതാണ്. അപ്പോൾ ഈ ഒരു കൗതുകം തോന്നിയ കിണർ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങളുടെ വീടുകളിലും ഇത്തരത്തിലുള്ള ഒരുപാട് കിണറുകളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അതിൻ്റെ ചുറ്റും സേഫാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ ചുറ്റും നല്ല വൃത്തിയാക്കിക്കൊണ്ട് ചുറ്റും മറകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് അതിലേക്ക് മറ്റു ജീവികളോ ഒന്നും തന്നെ ചാടാത്ത രീതിയിലേക്ക് നമ്മൾ എപ്പോഴും സേഫാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്തെങ്കിലും ജീവികൾ അപകടത്തിൽപ്പെട്ട് കിണറിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ 2 3 ദിവസം
ആ വെള്ളം കഴിച്ചുകൊണ്ട് നമുക്ക് പകർച്ചവ്യാധികളും മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കിണറുകൾ എപ്പോഴും സേഫായിട്ട് സുരക്ഷിതമായിട്ട് നല്ല ശുദ്ധജലം ലഭിക്കുന്ന രീതിയിലേക്ക് നമുക്കതിനെ മാറ്റി നിർത്തേണ്ടതുണ്ട്, ഒരുക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ വർഷങ്ങളോളം പഴക്കമുള്ള റിംഗ് വർക്കുകളോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വർക്കുകളോ ഒന്നും ചെയ്യാത്ത കിണറുകളുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ദയവായിട്ട് അറിയിക്കുക. അതുപോലെ കിണറുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള വർക്കുകളാണെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ നിങ്ങളുടെ കിണർ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് തരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായൊരു സാഹചര്യം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിണറുകൾ വളരെ ചുരുക്കമായിരിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ ആ മനുഷ്യർ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു കിണറുകളൊക്കെ പൂർത്തീകരിച്ചിരിക്കുക. അപ്പോൾ അതൊരു കൗതുകമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കിണറിൻ്റെ വീഡിയോ, ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി ഞാൻ ശ്രമിച്ചത്. അതിൻ്റെ പടവുകളും അതിൻ്റെ നിർമ്മാണ രീതികളും എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിട്ടാണ് എനിക്കിവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ മറക്കണ്ട, കിണർ വർക്കുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ ഉണ്ടെങ്കിലും ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടുക. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ നിങ്ങളുടെ ഏത് തരത്തിലുള്ള എത്ര വലിയ കിണറുകളായാലും അവർ കംപ്ലീറ്റ് ചെയ്തു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.